ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1787. ഇന്ന് നവംബർ മാസം 21 തീയതി 326 ദിവസത്തിലെത്തി. കുറ്റങ്ങൾ കണ്ടെത്താനും പറയാനും പ്രചരിപ്പിക്കാനും കാര്യമായിട്ട് വഴക്കുകൂടാനൊക്കെ നമ്മൾ കേമന്മാരാണ്. നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധയും ജാഗ്രതയും ശ്രമവും ഒക്കെ ആ വഴിക്ക് തന്നെയാണ്. അതിനിടയിൽ നന്മകൾ തീരെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? നന്മകൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? തിരുത്തലുകൾ ഇങ്ങനെ നിരന്തരം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ തെറ്റുകൾ വരുത്തുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അവരെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒപ്പമുള്ള ഈ മനുഷ്യരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കണ്ടേ? അതേന്നെ, തിരുത്തലുകൾക്കൊപ്പം അല്പമായിട്ടെങ്കിലും ഒന്ന് പ്രോത്സാഹനങ്ങൾ നൽകി മാറ്റമൊന്ന് കാണേണ്ടതാണ്. ക്രിസ്തുവേശുവിനോട് ഇങ്ങനെ, അല്ലെങ്കിൽ യേശു പറഞ്ഞ ഒരു കഥ, ആ വേലക്കാർ വന്ന് യജമാനിനോട് പറയുകയാണ്, നമ്മുടെ വയലില് വിളവുകളോടൊപ്പം കളകളുമുണ്ട്, കളകൾ പറിച്ചു കളയട്ടെ എന്നാണ്. യജമാനോട് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല, സ്വാഭാവികമായും നിർവഹിക്കേണ്ട കടമയാണ്. എന്നിട്ടും വ്യത്യസ്തനായ യജമാനൻ പറയുകയാണ്, ഇപ്പോൾ കളകൾ പറിക്കാനായിട്ട് ധൃതിപ്പെടണ്ട, കാരണം വിളവുകൾക്കും ദോഷമുണ്ടാവും. അതിൻ്റെ ചുവട് ഒലഞ്ഞു പോവുകയും മണ്ണിളകുകയും അവയും വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിളവെടുപ്പ് വരെ നിൽക്കട്ടെ എന്നാണ്. ഭയങ്കര ആശ്വാസം തരുന്ന ഒരു യേശുവചനമാണ്. നന്നാകാനും ശരിയാകാനും ഒക്കെ ആയിട്ട് വീണ്ടും എനിക്കൊരു കുഞ്ഞു ഊഴം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സുഹൃതം, ആശ്വാസം. ഇങ്ങനെ അവസാനം വീണ് കിട്ടുന്ന വേളയും അവസരവും പോലും ഞാൻ പരിഗണിക്കാതെയും ഗൗരവമായി ഏറ്റെടുക്കാതെയും ഇരുന്നാൽ ഒടുവിൽ എന്താവും എനിക്ക് വരിക? അതുകൊണ്ട് പോരായ്മകൾ കണ്ടെത്താനും അവ പറഞ്ഞു കൊടുക്കുവാനും പറഞ്ഞു വരുത്തുവാനും നമ്മൾ കാണിക്കുന്ന ആവേശം, സൽക്കർമ്മങ്ങളും കഴിവുകളും തിരിച്ചറിയാനും വളർത്താനും ഉണ്ടായിരുന്നെങ്കിൽ പതിരായിപ്പോയ പലരും ശരിക്കും കതിരായി വിളഞ്ഞേനെ, ഒരു സംശയമില്ല. അധ്യാപകരായാലും ഭൂമിയിലെ മുഴുവൻ മാതാപിതാക്കളായാലും മുതിർന്നവരെന്ന് സ്വയം അഭിമാനിക്കുന്ന, ധരിക്കുന്ന, അല്ല തെറ്റിദ്ധരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തണം. തിരുത്തലുകളൊക്കെ ആവശ്യമാണ്. ആർക്കാണ് ഇടറിപ്പോകാനായിട്ട്? ഇടറാത്തവരാരാണ്? തെറ്റ് പറ്റാത്തവരാരാണ്? തിരുത്തണം. ആ തിരുത്തലുകൾക്കൊപ്പം അവർക്ക് ആവശ്യത്തിന് അർഹമായ മേഖലകളിൽ കരുതലും പ്രോത്സാഹനവും കൂടി ഉറപ്പുവരുത്തണം. അങ്ങനെയാണ് അവരെ നമുക്ക് നേടാനായിട്ട്, കൂടെ കൂട്ടാനായിട്ട്, മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.